ഹലോ, നമസ്കാരം. എൻ്റെ ഫ്രണ്ട്സുകളെല്ലാവരും, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാവരും പെട്ടെന്ന് വരൂ. ഹായ് ഉണ്ണി, നമസ്കാരം. സുഖാണല്ലോ? ശൈലജ, നമസ്കാരം. ഹരികുമാർ, നമസ്കാരം. എല്ലാവർക്കും സുഖാണല്ലോ? കുറേ ദിവസമായി ഞാൻ ലൈവിൽ വന്നിട്ട്. കുറച്ച് തിരക്കായിപ്പോയി. പ്രോഗ്രാംസും യുവജനോത്സവമൊക്കെ നടക്കുകയല്ലേ, അപ്പം അതിൻ്റെയൊക്കെ തിരക്കാ. അനുപ്രിയ, നമസ്കാരം. എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ടി വിയുടെ മുമ്പിലൊക്കെ ഇരിക്കുന്ന സമയമായിരിക്കും അല്ലേ? അതിനിടയ്ക്ക് ലൈവ് വരുമ്പോൾ വരാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ ശൈലജ. ജയചന്ദ്രൻ, നമസ്കാരം. ഹരികുമാർ, നമസ്കാരം. ഹരി. അഭിലാഷ്, നമസ്കാരം. സുഖാണല്ലോ? അഭിജിഷ് അല്ലേ? KP ബിജീഷ്. ശ്രീനിവാസ്, നമസ്കാരം. ഗുഡ് ഈവനിങ് ശ്രീനിവാസ്. സുകുമാർ, നമസ്തേ നമസ്തേ നമസ്തേ. എല്ലാവർക്കും നാളെ സെക്കൻഡ് സാറ്റർഡേ ആയതുകൊണ്ടേ കുറച്ച്. ബിജീഷ് നമസ്കാരം കേട്ടോ. മിനി, നമസ്കാരം. മിനി അനിൽകുമാർ, നമസ്കാരം മോളെ. സുകുമാർ, സുഖാണ് മിനി, സുഖമായിരിക്കണം കേട്ടോ. ഇല്ല, മിനി അത് കഴിഞ്ഞിട്ട് വന്നു.
സുഖമാണ്, സുഖമാണ്. കുഴപ്പമില്ലാതെ എങ്ങനെ പോകുന്നു. അജിൻ നമസ്തേ. സുഖമാണ്. സുകുമാർ സുഖമാണ്. ഹരികുമാർ പഴയ പാട്ട് നാടകഗാനം. അയ്യോ, ഞാൻ നോക്കി വെച്ചേ ഇല്ല കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. ആ ആ സുമ കെ ആർ. സുഖാണ് മോളെ, സുഖം. കുഴപ്പമില്ലാതെ ഇങ്ങനെ പോണു. അപ്പൊ ആ നാടകഗാനം എനിക്ക് ഇത്തിരി സംശയമുണ്ട് കേട്ടാ. ഞാൻ നോക്കി വെക്കാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം, മറന്നുപോയി. ഒരു കാലത്തൊക്കെ ഞാൻ പാടുമായിരുന്നു. ഇപ്പൊ അക്ഷരം വരിയൊക്കെ മറന്നുപോയി. ബേബി ഗിരിജ നമസ്തേ. ഇന്ദുലാൽ നമസ്തേ. ദിവ്യ നമസ്തേ. അതെ അതെ, ട്രിവാൻഡ്രം. അതെ അതെ, ദിവ്യ ട്രിവാൻഡ്രമാണ് ഞാൻ. ശരിക്കും സ്വദേശം തൃശ്ശൂരാണ്. ട്രിവാൻഡ്രത്ത് വന്നിട്ട് കുറച്ച് കാലമായി. ലത നമസ്തേ. സുഖാണ്, സുഖാണ് ലത. രതീഷ് നമസ്തേ. ലക്ഷ്മിപ്രിയ നമസ്കാരം. സന്തോഷം കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ്. സുമ കെ ആറിന് ഒരുപാട് ഇഷ്ടമാണ്. സന്തോഷം കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷമുള്ളൂ. സുമ എവിടെയാണ് സ്ഥലം? തൃശ്ശൂര്. ലത തൃശ്ശൂരേ. ഞാന് മണ്ണുത്തി അറിയാലോ. മണ്ണുത്തി പറഞ്ഞാലേ അറിയുള്ളൂ. നടത്തറയാണ് ശരിക്കും, നടത്തറ എന്ന് പറയും. മണ്ണുത്തിയുടെ അടുത്തായിട്ട് ആ ഭാഗത്താ. ലക്ഷ്മിപ്രിയ നമസ്തേ. പന്തളത്താണോ സുമ? ഓക്കെ. പന്തളമൊക്കെ അറിയാം, നമ്മൾ പ്രോഗ്രാമിനൊക്കെ വരാറുണ്ട് ഇടയ്ക്ക്. നേരത്തെയൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ആ പരിസരത്ത്, പന്തള അടൂര് ഭാഗങ്ങളിലൊക്കെ. ഓക്കെ, അയ്യപ്പന്റെ മണ്ണിലേക്ക് സ്വാഗതം. സന്തോഷം. രഞ്ജിനി നമസ്തേ. കുട്ടനല്ലൂര് ഞങ്ങളുടെ കുടുംബക്ഷേത്രം ഉണ്ടല്ലോ അവിടെ. കിരൺ, കുട്ടനല്ലൂർ. ഞങ്ങൾ അഞ്ചേരിയിലായിരുന്നു കുറച്ചു കാലേ. അഞ്ചേരി അറിയാലോ കിരൺ? അവിടെയായിരുന്നു അച്ഛൻ സർവീസിലൊക്കെ ഇരിക്കണ കാലത്ത്. പിന്നെ ഞങ്ങൾ അങ്ങ് ടൗണിലേക്ക് മാറിയതാ. അതുകൊണ്ട് കുട്ടനല്ലൂർ ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രം ഉണ്ട്. കിരൺ അറിയാവോ? അജൻ വാസുദേവൻ നമസ്തേ.
രജനി നമസ്തേ. ഹരിപ്പിള്ളായ് നമസ്തേ. സുമ പറയാട്ടോ, അവിടെയൊക്കെ വരുമ്പോ പറയാം. എങ്ങനെ അറിയാം? നിങ്ങളപ്പം ലൈവിൽ വന്ന് നമുക്ക് നിങ്ങളുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഒന്നും അറിഞ്ഞൂടല്ലോ. അപ്പൊ എങ്ങനെ വരും സുമ? ആവശ്യക്കാർക്ക് എന്റെ നമ്പർ തരാട്ടോ, എനിക്കത് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് ഡാൻസ്, ഈ ഡാൻസുകാർക്ക് ഭയങ്കര തിരക്കുള്ള 2 ദിവസമാണ് നാളെയും മറ്റന്നാളും. വർക്കിൻ്റെ ഒക്കെ നമ്മൾ ക്ലാസ്സുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോഴേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെ നാളെയും മറ്റന്നാളും ഒന്നും ചെയ്യാൻ പറ്റാത്ത ദിവസമാണ്. ഓക്കെ സുമ, നമ്പർ ഇടൂ കേട്ടോ. എൻ്റെ കിരണേ, ഞാനേ കലാമണ്ഡലത്തിലൊക്കെ പോണേക്കാൻ മുമ്പായിരുന്നു അവിടെയൊക്കെ താമസം. അത് സ്കൂൾ കാലഘട്ടങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്. ഞങ്ങൾ ചുള്ളിപ്പറമ്പിലാണ് അച്ഛൻ്റെ കുടുംബം. ചുള്ളിപ്പറമ്പുകാർ അവിടെ ഉണ്ടല്ലോ കുറെ, കുട്ടനെല്ലൂര്. അവിടെ ഒരു കുടുംബക്ഷേത്രമുണ്ട്. അവിടെയൊക്കെ ഭയങ്കര ആഘോഷമൊക്കെ നടക്കുമായിരുന്നു അന്നൊക്കെ കുറച്ച് വർഷങ്ങൾക്കൊക്കെ മുമ്പ്. അത് അഞ്ചേരി കുട്ടനെല്ലൂര്. അപ്പൊ അവിടുത്തെ ഉത്സവത്തിനൊക്കെ ഞങ്ങൾ അവിടെ ഉള്ള കാലത്തൊക്കെ വരും. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഉള്ളവരെല്ലാവരും മരിച്ചൊക്കെ പോയല്ലോ. എൻ്റെ അച്ഛനും അച്ഛൻ്റെ ചേട്ടന്മാരും അവരുടെയൊക്കെ ബന്ധുക്കളൊക്കെയാണ് അവിടെ ആ ക്ഷേത്രത്തിന്റെ എല്ലാം ആളായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ അതൊക്കെ പോയല്ലോ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് പോന്നോണ്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് പോന്നു. അപ്പൊ പിന്നെ ക്ഷേത്രത്തിന്റെ ഒരു പരിപാടികളൊന്നും അറിഞ്ഞൂടാ കുറെ വർഷങ്ങളായിട്ട്. അതുകൊണ്ട് കിരൺ ഉദ്ദേശിക്കുന്ന ക്ഷേത്രമാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അതായിരിക്കും ചിലപ്പോഴ്. അവിടെ ഭയങ്കര ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ചുള്ളിപ്പറമ്പിൽ നിന്നാണ് കുടുംബപ്പേര്. രവികുമാർ നമസ്തേ. ആ കുണ്ടോളി അല്ലേ? ഓക്കെ, അറിഞ്ഞൂടാ. രജിത നമസ്തേ. അമ്പാടി നമസ്തേ. ഓക്കെ. പ്രേംകുമാർ, അതെ, ഇപ്പൊ ബോംബെയിലാണ് അല്ലേ? ഓക്കെ. തൃശ്ശൂരാണോ? തൃശ്ശൂർ എവിടെയാണ്? അപ്പൊ ഞങ്ങളുടെയൊക്കെ യുവജനോത്സവങ്ങളൊക്കെ മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പൊ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയ്ക്ക് വീട്ടുകാര്യങ്ങളും, അതിനിടയ്ക്ക് പുറത്തൊക്കെ പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വീട്ടിലെ പ്രശ്നങ്ങളും. അതിനൊക്കെ ഇങ്ങനെ സമയം കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരെ ഇത്തിരി ഡിലേ ആയത്. ഒരുപാട് രാത്രി ഇരിക്കാനും പറ്റൂല, എല്ലാവർക്കും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ കാണുമല്ലോ എല്ലാവർക്കും. അപ്പൊ എല്ലാരും ഒരേ ടൈമിലൊന്നും കിട്ടൂല. പൊന്നു നമസ്തേ. രജിത നമസ്തേ. പെരുമ്പള്ളിശ്ശേരി. ഹോ അത് എവിടെയായിട്ട് വരും? അത് ഇരിഞ്ഞാലക്കുട ഭാഗമാണോ? പെരുമ്പള്ളി എന്ന് പറയുമ്പോ ചെറിയ ഒരു, എനിക്ക് മനസ്സിലായില്ല. ഉണ്ണികൃഷ്ണൻ നമസ്തേ. ഹായ്. ഓക്കെ, പ്രേംകുമാർ നമസ്തേ. ഞാനും ആശംസകൾ തിരിച്ചു നേരുന്നു എല്ലാവർക്കും.
ആരോഗ്യം സുഖമൊക്കെ ഉണ്ടാവട്ടെ. സനൽകുമാർ നമസ്തേ. സുരേഷ് നമസ്കാരം. ഓക്കെ, വീഡിയോസ് എല്ലാം കാണണം. ഞാൻ ഓരോന്നൊക്കെ ഇനി നിങ്ങളോട് പറയണേ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം. ഞാൻ ഇപ്പോൾ ചിലതൊക്കെ സംസാരിക്കുന്നതും ഇനി സംസാരിച്ചത് കുറെ ഇടാനുണ്ട്. പല പല കാര്യങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ നടക്കുന്ന മിക്ക കലയായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പല കാര്യങ്ങളും എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാനത് തുറന്നു പറയുന്ന ഒരു കൂട്ടത്തിലായതുകൊണ്ട് പറയുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ നിങ്ങളത് എന്തിനാ ടീച്ചർ ഇങ്ങനെ പറയുന്നതെന്ന് ധരിക്കരുത്. നമ്മൾ ശരിക്കും പറഞ്ഞ വിഷമം കൊണ്ട് പറഞ്ഞു പോകും. അതായത് ഇങ്ങനെയായി പോയല്ലോ നമ്മുടെ കേരളം, കലാലോകം ഇങ്ങനെയായി പോയല്ലോ എന്ന് തോന്നിപ്പോവും നമുക്ക്, മനസ്സിലായോ? അതുകൊണ്ട് പറഞ്ഞാൽ ചിലതൊക്കെ ഇട്ടിട്ടുള്ള നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, എല്ലാം സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലാതെ ഒന്നും ഇല്ലാത്തതല്ല. അതുകൊണ്ട് എൻ്റെ കലാകാരന്മാർക്കെല്ലാം അറിയാം, ഞാൻ സത്യഭാമ ടീച്ചർ കുറച്ച് തുറന്നു പറയുന്ന കൂട്ടത്തില, ഉള്ളതുപോലെ. സനൽകുമാർ നമസ്തേ. എൻ പ്രസാദ് നമസ്കാരം. അർച്ചന നമസ്തേ മോളെ. ദിവ്യ നമസ്തേ. ഓക്കെ സനലെ, വളരെ സന്തോഷം കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. ഓം നമഃ ശിവായ. ഓക്കെ, അന്നത്തെ പ്രശ്നത്തിന് ശേഷം എൻ്റെ ഒരു കേസൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിനുശേഷം ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേ ഫേസ്ബുക്കും യൂട്യൂബിലൊക്കെ എൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ റണ്ണിങ് ആണല്ലോ. അപ്പോൾ ഓരോരുത്തരൊക്കെ പറയണേ, എന്നെ അറിയാവുന്നവരല്ല, അല്ലാത്ത ചിലർ അവർ അടങ്ങിയിട്ടില്ല. അവർ എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് നമ്മൾ അടക്കാനും ഒതുക്കാനും ഉള്ള പരിപാടിയായിരുന്നു, പ്രത്യേകിച്ച് മീഡിയക്കാർ. എനിക്ക് സൗകര്യമില്ല ഒതുങ്ങാനായിട്ട്. എന്തിനാ ഒതുങ്ങണത്? എന്നിട്ട് ഞാൻ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് തുടങ്ങിയെന്ന് ചിലർ എഴുതി വിട്ടിരുന്നു കമൻറ്റ് ബോക്സിലെ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട്. എന്തിനാ? അത് എൻ്റെ ഒരു തൊഴിലുണ്ട്. പിന്നെ എനിക്ക് ചാനൽ തുടങ്ങി ഡാൻസിനെ കുറിച്ച് പല പല കാര്യങ്ങൾ ഇടുന്നതിന് ഞാൻ എന്തിനു വിഷമിക്കുന്നേ? ഒരു വക ഒരു തൊഴിലും അറിയാതെ ഒന്നും അറിയാത്ത ഒരു യൂട്യൂബ് ചാനൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്നത് അറിയാലോ നിങ്ങൾക്കൊക്കെ. നമ്മുടെ കയ്യിൽ അന്തസ്സായ ഒരു തൊഴിലുണ്ട്, ഡാൻസിനെ കുറിച്ച് പലത് ഇടാനും പലത് പറയാനും. എന്തായാലും ഇപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൻ്റെ തിയറി, ഡാൻസിന് തിയറി ഉണ്ട്, നന്നായിട്ട് തിയറി ഉണ്ട് താളങ്ങളെ കുറിച്ച്. അതേപോലെ സംസ്കൃതം ഞങ്ങൾക്ക് പഠിക്കണം, അത് മെയിനാണ്. അതിന് എക്സാമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒതുക്കാനുള്ള പരിപാടിയായിരുന്നു ആ പ്രശ്നത്തോടു കൂടി. ഞാനങ്ങനെ ഒതുങ്ങാൻ തയ്യാറല്ലെങ്കിലോ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഒരു സന്തോഷം എനിക്കുണ്ട്. ശോഭന നമസ്കാരം. മാധവി നമസ്തേ. ഹായ് മാധവി. സന്ധ്യ രാധാകൃഷ്ണൻ നമസ്തേ. നമസ്തേ നമസ്തേ. ഗുഡ് ഈവനിങ് സന്ധ്യ. അർച്ചന നമസ്തേ. ഏയ് അത് തന്നെ, മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക്, മനസ്സിലായില്ലേ? എന്തിനാ അത്? എൻ്റെയൊക്കെ ഏകദേശം 3/4 സമയമായല്ലേ, നമുക്കിനി ഒരു 1/4 സമയമുള്ളൂ. അപ്പം നമ്മളെന്തിനാ വെറുതെ ഒതുങ്ങാൻ പോണ? എന്തിനാ? ഇതുവരെ നിങ്ങൾ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ ചിലർക്കൊക്കെ അറിയായിരിക്കാം. എൻ്റെ ആ കേസിന് ശേഷം എന്നെ കുറെ പേര് അറിയുന്നേ. പക്ഷെ ഞാൻ ഇവിടെ അന്ന് എനിക്ക് വല്ല ചീത്തപ്പേരോ, ഞാൻ അത്ര നല്ല നല്ല പ്രായമൊക്കെ കടന്നിങ്ങ് പോകുന്നില്ലേ. അപ്പം നിങ്ങൾ വല്ലതൊക്കെ കേട്ടിട്ടുണ്ട് അനാവശ്യമായിട്ട്. ഇപ്പൊ എന്തെല്ലാം അനാവശ്യം പറയുന്നേ, മനസ്സിലായില്ലേ? അതിലൊന്നും കാര്യമൊന്നുമില്ല. വെറുതെ ഒരു പ്രശ്നം വരുമ്പോൾ പറയണല്ലോ എന്താണ് പ്രശ്നം എന്ന്
നല്ലപോലെ ആലോചിച്ചിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിഞ്ഞിട്ടാണ് പ്രതികരിക്കേണ്ടത്. ഞാൻ അങ്ങനെയാണ്. ഒരാളെ കുറിച്ച് എൻ്റെ അടുത്ത് വല്ലവരും പറയുകയാണെങ്കിൽ ഞാനത് അതിനെക്കുറിച്ച് അന്വേഷിക്കും. അല്ലെങ്കിൽ അന്വേഷിക്കേണ്ടെന്ന് വെച്ചാൽ അന്വേഷിക്കില്ല. അല്ലാതെ ഒരാളെ അടുത്ത് ഇങ്ങനെ അനാവശ്യം വരുമ്പോൾ അത് വിശ്വസിക്കാൻ പാടില്ല. നമുക്ക് ഇത് അനുഭവം ഉണ്ടാവണം, നമുക്ക് വിശ്വാസം വരണം. അയ്യോ ശരിയാണ് കേട്ടോ അവർ പറഞ്ഞത്, അപ്പോൾ ശരി, ആ ടീച്ചർ ശരിയല്ല എന്ന് ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കുക അല്ലേ. അല്ലാതെ ഞാൻ എത്ര ശത്രുക്കളാണെങ്കിലും, ശത്രുക്കൾ മിത്രങ്ങളും എല്ലാവരും ഉണ്ട്. അതിനാണല്ലോ ആ വാക്കുകളൊക്കെ ഉണ്ടായത് തന്നെ മലയാളത്തിൽ, ശത്രു മിത്രവും ഒക്കെ. അല്ലാതെന്തോന്നാ, എന്നാൽ പിന്നെ ശത്രു എന്ന് മാത്രം പോരെ, ശത്രുക്കളുണ്ടെങ്കിൽ അതിന് അപ്പുറത്ത് മിത്രങ്ങളും ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഷൈജ കണ്ണൻ നമസ്തേ, കിച്ചു നമസ്തേ. നമ്പർ മെസ്സഞ്ചറിൽ വരൂ, അപ്പൊ തരാട്ടോ നമ്പറൊക്കെ. തുഷാര നമസ്തേ. അത് തന്നെ പ്രേംകുമാർ. ഞാൻ എൻ്റെയും പരിപാടി എങ്ങനെയാണോ, നമ്മൾ ഇനിയിപ്പോ നമ്മുടെ എല്ലാ പ്രായങ്ങളും ഒക്കെ കഴിഞ്ഞു, കല്യാണ പ്രായം കഴിഞ്ഞു, അമ്മയായി, അമ്മൂമ്മ ആയില്ല, ആവാൻ സമയമായി, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിലുണ്ട്. അതൊക്കെ കഴിഞ്ഞ ഒരാളെ വൃത്തികെട്ട വാക്കുകളും ഡയലോഗുകളും ഒക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എന്ത് കാര്യം ഇവർക്ക്? അവരങ്ങ് പറഞ്ഞ് ആസ്വദിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാനും. പറയണവര് പറയും. എന്നെ മാത്രമല്ല, നിങ്ങൾക്കറിയാലോ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയാൽ മതി. അപ്പം അതൊന്നും കാര്യമൊന്നുമില്ല, നമ്മളതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള രീതി വർഷങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പം നിങ്ങളായാലും എൻ്റെ ഇതിനകത്ത് വന്നിട്ടുള്ള പലരും ആ ടീച്ചർ ശരിയല്ല എന്ന് നിങ്ങൾക്കായാലും തോന്നും അല്ലേ. പിന്നെ ഈ ഒരു 1-1.5 വർഷത്തിനകമല്ലേ എല്ലാവർക്കും അറിയുള്ളൂ. പിന്നെ കുറെ പേർക്കൊക്കെ അറിയാം, എന്നാലും ഡീപ്പായിട്ട് അറിയുന്നത് ഇപ്പോഴാണല്ലോ. അപ്പോൾ നെല്ലും പതിരും തിരിച്ചറിയാന്ന് പറയില്ലേ, നെല്ലിൻ്റെ കൂടെ പതിരുണ്ട്, കൊള്ളില്ലാത്ത നെല്ലുണ്ട്, അതിനൊക്കെ ചേറ്റി പറക്കിയൊക്കെ എടുക്കൂലേ നമ്മൾ എന്ന് പറഞ്ഞ പോലെ തിരിച്ചറിയണം ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത്. തെറ്റുണ്ടാവും, നമുക്ക് തെറ്റ് പറ്റാത്ത ആരുമില്ലല്ലോ അല്ലേ. ഏതെങ്കിലും വഴിയിലൊക്കെ എന്തെങ്കിലും തെറ്റുകളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാണ്ടൊക്കെ ചെയ്തു പോകും, അറിഞ്ഞും കൊണ്ടല്ല. അപ്പൊ അതൊക്കെ നമുക്ക് തിരുത്തി തരാൻ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ, ടീച്ചർ അത് ശരിയല്ല. അതുകൊണ്ട് എനിക്കൊരു മോനുണ്ട്, അവനാണെങ്കിൽ അമ്മ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ മക്കൾ വലുതായി കഴിഞ്ഞാൽ നമ്മൾ അനുസരിക്കണം. നമ്മൾ ചെയ്യണ എല്ലാം ശരിയൊന്നുമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ അല്ലാതെ എല്ലാം ശരിയെന്നല്ല പറയുന്നത്, പക്ഷെ ആ പ്രശ്നങ്ങളിലെല്ലാം ശരി ഞാനാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ കേസിൻ്റെ അഗാധമായ കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. അറിയാത്ത കുറെ എണ്ണം വാലും കൊമ്പൊക്കെ പൊക്കിയിട്ട് വന്ന് ഇപ്പോഴും ഒരുപാട് പറയുന്നുണ്ട്. പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, നമ്മളത് മൈൻഡ് ചെയ്യണില്ല. നേരിട്ട് വരട്ടെ, അല്ലെങ്കിൽ എന്നെ ഒന്ന് ഫോൺ ചെയ്യട്ടെ, അപ്പം നമ്മൾ അതിനുള്ള മറുപടിയൊക്കെ കൊടുത്തോളാം. അല്ലാതെ ഞാനിപ്പോൾ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ലൈവിൽ വരുമ്പോൾ ഇതിനകത്ത് വല്ലവരും വൃത്തികേട് പറയുമ്പോൾ ഞാൻ പറഞ്ഞാലേ എന്നെ നിങ്ങൾ വിലയിരുത്തും അല്ലേ. ആ ടീച്ചർ ശരിയല്ല, അവർ പറഞ്ഞു, ആ ടീച്ചർ പറയാൻ പാടുണ്ടോ, ഇത്രയും പ്രായമുള്ള ഒരു ടീച്ചറല്ലേ എന്ന് തോന്നിപ്പോൾ. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ചൊന്ന് പ്രതികരിക്കുന്നുണ്ട്. പ്രതികരിക്കാൻ അറിയാൻ വയ്യാത്തോണ്ടൊന്നുമല്ല, നമുക്കെന്ത് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയണ കൂട്ടത്തില്ല ഞാൻ. തീരുമാനം. രജിത നമസ്തേ. പറയുന്നവരുടെ സംസ്കാരം അതാണ്. അത് തന്നെ രജിതേ, നമ്മളൊന്നും ആ സംസ്കാരത്തിന്റെ. ഞാനന്ന് മീഡിയക്കാരോട് സംസാരിച്ചത് തന്നെ അവർ ചോദിച്ചതിന് മറുപടികൾ കൊടുത്തോണ്ട്, ഞാൻ എൻ്റെ അനാവശ്യമായിട്ടൊരു ചീത്ത വാക്കുകൾ എൻ്റെ വായിന്ന് വീണിട്ടില്ല. മീഡിയക്കാര് എന്നെ ഭരിക്കാറായിട്ടില്ല. അതൊക്കെ അവർക്ക് അവരുടേതായ മേഖലയിൽ കുറെ ആൾക്കാരുണ്ട്, അവരെടുത്ത് ചെല്ലട്ടെ, അതല്ലേ. ജയസത്യൻ നമസ്തേ.
പൊൻരാജി നമസ്തേ. തലവൂര് അല്ലേ? അത് കുറെ ദൂരെ എവിടെയുള്ളതാണല്ലോ. നമസ്തേ നമസ്തേ. പിന്നെന്ത്, ആ കേസിന് ശേഷം പലരും രക്ഷപ്പെട്ടില്ലേ? അത് രാഷ്ട്രീയം ഉണ്ടെങ്കിലേ രക്ഷപ്പെടും ആരും, അങ്ങനെയാണ്. രജു നമസ്തേ. രാജു ഭാമ രഘു, അത് ഞാൻ കാണാറുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ എൻ്റെ പേജിൽ വരുന്ന ഒരാളാണ് ഭാമ രഘു. നമസ്കാരം. അതെ അതെ, നമ്മുടെ നിലവാരം പോവും. ശരിയാ. ദിവാകരൻ നമസ്തേ. ദിവാകരൻ പറഞ്ഞാണ് ശരി, നമ്മുടെ നിലവാരം പോവാ, ശരിയാ. പക്ഷെ നമ്മളെ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കില്ലോ, അപ്പൊ നമ്മൾ വല്ലതും പ്രതികരിക്കണതാണ് കേട്ടാ. ഒന്നും ആർക്കും ഒന്നും തോന്നല്ലേ. പക്ഷെ ഞാനിപ്പോ നിർത്തി. പലരും എൻ്റെ അടുത്ത് ഞാനേ ഒരുപാട് ക്ലാസ്സിലെ ഒരുപാട് മേഖലയിലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെ മക്കളെയൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവര് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, അവര് ഓഫീസിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആ ടീച്ചറിന്റെ അടുത്തല്ലേ നിങ്ങളുടെ മോള് പഠിക്കുന്നത്, ആ ടീച്ചർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കണു അത്ര അവരോടൊക്കെ. അപ്പൊ അവര് വന്നിട്ട് എന്നോട് പറയാ, ടീച്ചർ ഇനി മേലെ ഒന്ന് റിപ്ലൈ പറയല്ലേ, പറയണവർ പറഞ്ഞു പോട്ടെ എന്നൊക്കെ. അപ്പൊ പിന്നെ ഞാൻ അതിനെ ബഹുമാനിക്കുന്ന കൂട്ടത്തില്ല. എന്നേക്കാളൊക്കെ താഴെ പ്രായമുള്ള കുട്ടികളെ അച്ഛന്മാരൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്തായാലും അത് അനുസരിക്കണമല്ലോ, മനസ്സിലായ? അതെ, നിയമപരമായിട്ട് അല്ലേ? പിന്നെ തീരെ സഹിക്കാൻ വയ്യാണ്ടായ നമ്മൾ നിയമപരമായിട്ട് പോകും, അത്രേ ഉള്ളൂ. രാജു നമസ്തേ. മായ വാസുദേവൻ നമസ്കാരം. സുഖാണ് 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 കേട്ടോ. രമ്യ പ്രദീപ് നമസ്തേ. അതെ, സുഖമായിരിക്കണം കേട്ടോ. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലേ നമ്മൾ എല്ലാവർക്കും ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളും വേണ്ടപ്പെട്ട ഇഷ്ടം പോലെ ഫ്രണ്ട്സുകൾ, അതായത് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും, അല്ല കുറച്ച് ചെറിയ രീതിയിലുള്ള ഫ്രണ്ട്സും ഉണ്ടാവും. അതേപോലെ വലിയൊരു കുടുംബത്തിലെ ഒരാളാണ് ഞാൻ. തൃശ്ശൂർ വലിയൊരു കുടുംബത്തിലെ ഒരാളാണ്. അപ്പം എനിക്ക് കുടുംബക്കാരും ബന്ധുക്കളും എൻ്റെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അല്ലാതെ നമ്മളെ ഒറ്റയ്ക്കൊന്നും അല്ല. അപ്പൊ അവര് എൻ്റെ അടുത്ത് പലതും കുടുംബക്കാരും ബന്ധുക്കളൊക്കെ പറയും, നീ എന്തിനാ അങ്ങനെ പറയാൻ പോന്നേ, നീ ഒന്നും സംസാരിക്കേണ്ട, അങ്ങനെയുണ്ട്. അല്ലാതെ ഇതിനകത്ത് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന കുറെ പേര് എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ട്. എല്ലാവരും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പ്രായമല്ല അവിടുത്തെ വിഷയം. നമ്മൾ പ്രായം ഒരു ഭാഗം ഉണ്ടെങ്കിൽ തന്നെ
തമ്മിൽ തമ്മിൽ റെസ്പെക്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? നമ്മൾ ഓരോരുത്തരോട് സംസാരിക്കുന്ന രീതികൾ. പിന്നെ ഇങ്ങോട്ട് പറയുമ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതുപോലും ഞാൻ ഇപ്പം നിർത്തി. അതുകൊണ്ട് ഇപ്പം കുറേ കുറവുണ്ട്. നമ്മൾ മറുപടി കൊടുക്കാണ്ടിരിക്കുമ്പോൾ കുറവുണ്ട്. അത് സാരമില്ല. അപ്പം അതല്ലേ നല്ലത്. ബിനീഷ് നമസ്തേ. അനിൽകുമാർ നമസ്തേ. സുരേഷ് നമസ്തേ. ഉണ്ടായിരുന്നു ദിനേശ്, ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെയെന്ന് പറഞ്ഞാലേ എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ക്ലാസ് ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ ഈ ജോലി കഴിഞ്ഞ് വരുന്നവരുണ്ടേ, ടെക്നോ പാർക്ക്, ഇവിടുത്തെ ട്രിവാൻഡ്രം ടെക്നോ പാർക്ക് അറിയാലോ, അവിടെയൊക്കെ ജോലി കഴിഞ്ഞ് വരുന്നൊരു സമയമുണ്ട്. അപ്പോൾ ചിലപ്പോൾ 7 മണിക്ക് വരും, ചിലപ്പോൾ 6:30-ക്ക് വരും. അപ്പം ഞാൻ ലൈവ് പോണ ഒരു ടൈം ക്ലാസ് വെച്ചില്ല. രാവിലെ ഒരു ഉച്ചയ്ക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. കുറച്ച് അമ്മമാർ പഠിക്കണ്ടേ, കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെ, നല്ല പ്രായമില്ല, സ്റ്റേജിൽ വലിയ മോശമില്ലാതൊക്കെ കളിക്കും. അപ്പോൾ ആ ക്ലാസ്സൊക്കെ അവർ വീട്ടുപണിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരണവരാ. പിന്നെ ഇന്നത്തെ വൈകുന്നേരത്തെ ക്ലാസ് കട്ട് ചെയ്തു. ഇത് ഇങ്ങനെ ഇരിക്കുന്ന ലൈവ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ക്ലാസ് വെച്ചില്ല. ഓക്കെ. സുലോചന, സുലോചനയും എൻ്റെ പേജിൽ എപ്പോഴും വരാറുണ്ട് കേട്ടോ. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഈ പേര്. ഒത്തിരി സ്നേഹം കേട്ടോ. രഘു, ടീച്ചർ എപ്പോഴും നന്നായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സന്തോഷം അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ. രഘു, സന്തോഷമായിട്ടിരിക്കുന്ന ടൈപ്പ്. ഇതുവരെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നീയുടെ ലൈഫിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അത് പിന്നെ എല്ലാവർക്കും ഉള്ളതല്ലേ അല്ലേ? എനിക്ക് മാത്രമല്ലല്ലോ. അതിനകത്തുള്ളവര് വന്നവരൊക്കെ സീരിയൽ കാണാൻ താല്പര്യമുള്ളവരാണോ? അറിഞ്ഞൂടാ. സീരിയലിന്റെ ഒക്കെ പൊടി പിടിച്ച സമയമല്ലേ ഇപ്പോഴും ടി വിയിൽ അല്ലേ? അതൊക്കെ ഉണ്ടെങ്കിൽ അത് കാണാൻ പോവും. കുറെ നേരം ഇരിക്കും. 10 മണി 10:30 മണി വരെയൊക്കെ ഉണ്ടല്ലോ സീരിയല്. അത് ഇഷ്ടമുള്ളവരൊക്കെ അത് കാണും കുറെ നേരം. പിന്നെ അല്ലാതെ കുറെ പാട്ടുകളുണ്ട്. ഞാൻ പാട്ടുകൾ കേൾക്കുന്ന കൂട്ടത്തിലാട്ടാ, സീരിയലൊന്നും കാണാറില്ല. സീരിയൽ കാണുകയാണെങ്കിൽ, ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, സീരിയൽ കാണുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാണണം അല്ലേ? ഇവിടെ ആ കഥേരെ പോക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതെനിക്ക് അങ്ങനെയൊന്നും കാണുന്നത് സ്ഥിരമായിട്ടൊന്നും കാണാൻ സമയം കിട്ടില്ല. അപ്പോൾ പിന്നെ അത് കാണാറില്ല. പിന്നെ എല്ലാ സീരിയലിൻ്റെ കഥയും ഒന്ന് തന്നെ, തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ. അപ്പോൾ പിന്നെ അത് താല്പര്യമില്ല കാണാൻ. പാട്ടൊക്കെ കേൾക്കും, ന്യൂസ് കേൾക്കും, അത്രയേ ഉള്ളൂ. പാട്ട് കേൾക്കണം. പാട്ട് നമ്മൾ കേട്ടുകൊണ്ടേ ഇരുന്നാൽ കുറേ നമുക്ക് കേട്ട് പഠിക്കാനുണ്ട്. കുറേ നല്ലതും ചീത്തയൊക്കെ കേൾക്കണം.
പിന്നെ ഡാൻസുകാരും വന്നിട്ടില്ല കേട്ടോ. ഡാൻസ് മക്കളോ ആരെങ്കിലും വീട്ടിലെ ബന്ധുക്കളോ ഏറ്റവും വേണ്ടപ്പെട്ട വല്ലവരൊക്കെ ഉണ്ടോ ഡാൻസിനകത്ത്? യുവജനോത്സവ സീസണല്ലേ ഇപ്പോൾ. രാംദാസ് നമസ്തേ. നമ്മുടെ ക്ലാസ്സിലും മത്സരങ്ങൾക്ക് പോണ കുട്ടികളുണ്ട്. ചിലതൊക്കെ കഴിഞ്ഞു. ഇനി സബ് ജില്ല, ജില്ല, സ്റ്റേറ്റ്. ഇപ്രാവശ്യത്തെ സ്റ്റേറ്റ് എവിടെയാണെന്ന് അറിഞ്ഞില്ല. പിന്നെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലേ ടീച്ചർ എപ്പോഴും സുഖമായിട്ടിരിക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതൊക്കെ ശരിയൊക്കെ തന്നെ, സുഖത്തിന് കുറവൊന്നുമില്ല. നമ്മൾ പിന്നെ എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പോഴേ അവൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ കുറേ പേര് ആത്മഹത്യ ചെയ്യുന്നൊക്കെ. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. എന്തിനത് ആത്മഹത്യ ചെയ്യുന്നത്? ഒരു മനുഷ്യജന്മം കിട്ടണമെങ്കിൽ ഭയങ്കരമായ കഠിന തപസ്സെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും ഒരു ഇത് അനുഭവിച്ചൊക്കെ ഒരു മനുഷ്യജന്മം നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ലോകത്ത് എവിടെ ജനിച്ചു വളരുന്നേക്കാളും ഏറ്റവും നല്ലത് കേരളം തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ പല ദിക്കിൽ പല സ്റ്റേറ്റിലും പല എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നതല്ലേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലാതെ പിന്നെ ഈ പറഞ്ഞ പോലെ അത്ര പ്രശ്നമൊന്നും കേരളത്തിലില്ല. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. മറ്റത് അതല്ല. ഭക്ഷണവും ഇല്ല, കിടക്കാടവും ഇല്ല, ഒന്നുമില്ലാതെ കിടന്ന് കഷ്ടപ്പെടുന്ന നാടൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് സ്വർഗമല്ലേ അല്ലേ? അങ്ങനെ വേണം എപ്പോഴും. ലൈവിൽ ടീച്ചർ എപ്പോഴും ഉണ്ടാകാറുണ്ടോ? അങ്ങനെയില്ല മോനെ, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. എപ്പോഴും വന്ന ഒരു സുഖമില്ല. ഇപ്പം ഞാൻ കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അങ്ങനെ ഇടയ്ക്ക് ഇപ്പോൾ വന്നത്. അതേപോലെ ചില ചാനലുകളിലെല്ലാം മ്യൂസിക് ഉണ്ട് കേട്ടോ, അതും കാണണം. അത് നല്ലതല്ലേ പാട്ട്. ഗിരീഷ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂന്നാ? എന്താ അങ്ങനെ പറഞ്ഞേ? മനസ്സിലായില്ല. പെന്നി നമസ്തേ. അജീഷ് നമസ്തേ, നമസ്കാരം. അജീഷ് നമസ്തേ, സുഖം തന്നെ അജീഷ്. ജയപ്രകാശ് നമസ്തേ. കലാരാജ് നമസ്തേ. ശാരിക നമസ്തേ.
ഞങ്ങൾ ഇന്ന് ഇവിടെ സംസാരിച്ചുള്ളൂ അജീഷേ, ഗുരുവായൂർ വരണ കാര്യത്തെ കുറിച്ച് ഇന്ന് ഉച്ചയ്ക്ക് സംസാരിച്ചുള്ളൂ വീട്ടില്. ഗുരുവായൂർ വരണ കാര്യം ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. കറക്റ്റായിട്ട് അജീഷ് ഇന്ന് പറയുകയും ചെയ്തു. ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല. എപ്പോഴും ഗുരുവായൂർ വരണ ഇഷ്ടമല്ലേ, ആർക്കാ ഇഷ്ടമല്ലാത്ത. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് സൂക്ഷം പോലെ സംസാരിച്ചേ ഉള്ളൂ ഞങ്ങളൊന്ന്. എന്തായാലും ഉടനെ ഞങ്ങൾ വരുന്നുണ്ട്. അവിടെ തൊഴുന്നത് മാത്രമല്ലല്ലോ, അവിടുത്തെ ആ മേൽപ്പത്തൂർ സ്റ്റേജിലുള്ള ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തന്നെ കുറെ നേരം എടുക്കും. ഫുൾ ടൈം ഡാൻസ് അല്ലേ, ഏകദേശം എനിക്ക് തോന്നുന്നു പാതിരാത്രി വരെ ഡാൻസ് ഉണ്ടാവും. പിന്നെ നേരം വെളുക്കുമ്പോൾ പിന്നെയും തുടങ്ങും. അത് തന്നെ നമുക്കൊരു ഉത്സവമാണ് അവിടെ വരുമ്പോൾ. തൊഴുന്നത് വേറൊരു സന്തോഷം. അമ്പിളി നമസ്തേ. പുഷ്പലത നമസ്തേ. നമസ്തേ നമസ്തേ. അമ്പിളി ശശി നമസ്തേ. അജീഷ് വരുന്നച്ചാൽ ഇവിടെ വെച്ചു നേരിൽ കാണാം. ഓക്കെ അജീഷ്, കാണാട്ടോ. എങ്ങനെ ഞാൻ അറിയിക്കാം നിങ്ങളെയൊക്കെ. അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ, ഡാൻസ് പുറത്ത് പ്രോഗ്രാംസ് ഒക്കെ അത്യാവശ്യമുണ്ട്. ഒരുപാടൊന്നുമില്ല, കൂടുതലും ക്ഷേത്രങ്ങളിലൊക്കെ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ പൊതുവെ കുറവാ. എങ്ങനെ പൈസ ഇങ്ങോട്ട് തന്നിട്ടേ, ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് ഒരു 10-30-35 വർഷം മുമ്പൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ പൈസ ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. ഇപ്പൊ അങ്ങോട്ട് കൊടുക്കണം വേദി കിട്ടണമെങ്കിൽ. വേദിയില് ഇപ്പൊ മിക്ക ക്ഷേത്രങ്ങളും, ഗുരുവായൂർ ഉൾപ്പെടെ ഞാൻ പറയാം, അവിടെയൊക്കെ ഒരു വേദി സ്റ്റേജിൽ നമുക്കൊരു 1.5 മണിക്കൂർ അവർ തരുള്ളൂ. അതിന് തന്നെ പൈസ അങ്ങോട്ട് അടച്ചാണ് പരിപാടി നടത്താൻ സമ്മതിക്കുന്നത്. പിന്നെ ഇപ്പൊ ചെന്നൈയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസിന് സാധ്യതകളുണ്ട്. അവിടെ കുറെ സഭകളുണ്ട്, അവിടെയൊക്കെ പ്രോഗ്രാംസ് ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഒന്നും അങ്ങനത്തെ പരിപാടികളില്ല കേരളത്തില്. പിന്നെ എല്ലാം പിടിയും വലിയാണ്. അത്യാവശ്യം കുറച്ച് പ്രോഗ്രാംസ് നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന കുറച്ച് പരിപാടികളാണ്. ടൂറിസം, നിശാഗന്ധി ഫെസ്റ്റ്, അല്ലാതെ കുറെ ഫെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആരാണ്ട് പറഞ്ഞ പോലെ പിടിയും വലിയൊക്കെയാണ്. കിട്ടിയാൽ കിട്ടി, പിടി ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്താലേ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അത്ര അധികം ഒന്നുമില്ല. നമ്മൾ ക്ഷേത്രങ്ങളിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാം ഉണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ 2 പ്രോഗ്രാം കഴിഞ്ഞു, ഇനി അടുത്ത മാസം 2 പ്രോഗ്രാം ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഗിരീഷ് ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ഗിരീഷ് അല്ല, ഗണേഷ്. നമസ്തേ. ബിന്ദു നമസ്കാരം. രശ്മി നമസ്തേ. പിന്നെന്താ, വിളിച്ചോളൂ. വടകരയാ? ഒരുപാട് ദൂരെയല്ലേ അത്. പൈസയൊക്കെ വടകരയൊക്കെ ആകുമ്പോ അങ്ങ് ദൂരെയാണ്, കുറെ ദൂരെയാ.
ബിന്ദു സുഖമാണ് കേട്ടോ. ശ്രീ നമസ്തേ. ശ്രീധരൻ ഒരു പാട്ട് പാടൂ. അത് ശരി, ഞാൻ ആരും പാട്ട് എന്താ പാടാ ആരും പറയാത്തേന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കരുത്. അതാ അപ്പൊ വന്ന്. ഏത് പാട്ട് പാടണം? ശ്രീധരൻ, കൃഷ്ണന്റെ ഒരു ശ്ലോകം പാടട്ടെ. സുരേഷ് സി കെ നമസ്തേ. ഗുരുവായൂരപ്പന്റെ ഒരു ശ്ലോകം പാടട്ടെ ശ്രീധരൻ. അതാ ഡാൻസിന്റെ പാട്ട്? ഡാൻസിന്റെ പാട്ടാണ് അത്. ഗുരുവായൂരിപ്പോൾ ഈ ശ്ലോകങ്ങളെല്ലാം നമ്മൾ ഡാൻസിനകത്തൊക്കെ എടുക്കുന്നതാണ്. ഗുരുവായൂരപ്പൻ്റെ ആയാലും ദേവിയുടെ ശിവന്റെ ഒക്കെ ഇഷ്ടംപോലെ ശ്ലോകങ്ങൾ, ഭക്തി നിർഭരമായ കുറെ പാട്ടുകളുണ്ട്. അതെല്ലാം നമ്മൾ ഡാൻസിനൊക്കെ എടുക്കുന്നത് തന്നെയാണ്. ക്ഷീരാബ്ധിമധ്യേ ഭുജഗേന്ദ്ര മഹാസനായ ദേവായനാഭി കമലോത്തിത പത്മജായ യോഗീന്ദ്രഭാവ്യ ഗഗനാമല നിത്യബോധ ഭൂമാഭിദായ പുരുഷായ നമ പരസ്മൈ. കൃഷ്ണന്റെ ഒരു ശ്ലോകമാണ് അത് കേട്ടോ. അജീഷ് പാടിക്കഴിഞ്ഞു, ഇനിയും പാട്ട് വേണോ? താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേ തയിലൂറുണ്ടും മയക്കം വരാതെ മാറത്തു കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമരമേ തയിലൂറുണ്ടും
മയക്കം വരാതെ വാനത്തു കിടക്കുന്ന മധുമാസ സുന്ദര ചന്ദ്രലേഖ താനേ തിരിഞ്ഞും മറിഞ്ഞും. ധന്യ, ടീച്ചറിന്റെ മുടിയുടെ രഹസ്യം എന്താണ്? ധന്യ, ഒരു രഹസ്യമില്ല, പരസ്യമാണ്. അതെങ്ങനെ വളരുന്നു, ഞാൻ അതിനെ ഇങ്ങനെ ശുശ്രൂഷിക്കുന്നു. എന്നും കുളിക്കണം, എന്നും ജട കളഞ്ഞ് വൃത്തിയാക്കണം, മുടീനെ റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ എന്നെ തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പം അതിൻ്റെ വലിയൊരു ഭാഗം എൻ്റെ മുടിയാണ്. അത്രയേ ഉള്ളൂ കുട്ടി, അല്ലാതെ ഒന്നുമില്ല കേട്ടോ. ഓക്കേ ധന്യ. നിഷ ഹായ്. ആഹാ, ധന്യ എവിടെ ഡാൻസ് പഠിക്കുന്നേ? എവിടെ സ്ഥലം? ബഷീർ നമസ്തേ. ഹലോ ബഷീർ. ബഷീറിന്റെ സ്ഥലം എവിടെയാണ് ബഷീറെ? ഓ ധന്യ കണ്ണൂരാണോ? കണ്ണൂർ ആരെടുത്താ പഠിക്കുന്നേ? ചാരുലത. ഓക്കെ, ടീച്ചറിന്റെ പേരാണ് അല്ലേ? ഓ, ഇപ്രാവശ്യം യുവജനോത്സവത്തിനൊന്നും പോയില്ലേ? സുന്ദരിയാണ് കേട്ടോ ടീച്ചർന്ന്. ഓക്കെ. കോഴിക്കോടാ ബഷീറെ? ഓക്കെ, കോഴിക്കോടൊക്കെ ഞങ്ങൾ വരാറുണ്ട് പ്രോഗ്രാമിന്. ഡാൻസിന്റെ മറ്റേ സ്റ്റേറ്റ് ഒക്കെ വരൂലേ, സ്കൂളിന്റെ മത്സരം, ഇപ്പോഴൊക്കെ കോഴിക്കോട് വരും. ധന്യ. ഓ, സൗദിയിലാണോ ബഷീർ? ഓക്കെ. കുട്ടികളെ ക്ലാസ്സിൽ എൻ്റെ അടുത്ത് ചോദിക്കും, എൻ്റെ കുട്ടികളെ എൻ്റെ സ്റ്റുഡൻസും ചോദിക്കും ടീച്ചറിൻ്റെ മുടിയുടെ രഹസ്യമൊക്കെ. അപ്പം ഞാൻ ചോദിക്കും, നീ ഏത് ഷാമ്പു ഇപ്പോൾ തേക്കുന്നതെന്ന് ചോദിക്കും. അപ്പം പറയും ഇന്ന ഷാമ്പുവാ. അപ്പം നീ കഴിഞ്ഞ മാസം ഏത് ഷാമ്പു തേച്ചേ? അപ്പോൾ വേറെ പേര് പറയും. ആ, ഇതൊക്കെ തന്നെയാണ് മുടി കൊഴിയണേന്ന് പറയും ഞാൻ. ഷാമ്പു ഒക്കെ മാറി മാറി തേക്കരുത്. അപ്പം എന്താന്ന് വെച്ചാൽ മുടിക്ക് കേടാ. എൻ്റെ അടുത്തിൻ്റെ ഒരു പാട്ട് ഇടയ്ക്ക് പാടു ശ്രീധരൻ മോഹിനിയാട്ടത്തിൻ്റെ മോഹിനിയാന്നായിരിക്കും, മോഹിനി ആയിപ്പോയി. ആ, കുഴപ്പമില്ല.
ഏത് പാട്ട് പാടാനാ മോഹിനിയാട്ടത്തിന്റെ? ഇളതളി ശയനേ മനോ ഭവകളി കളിപ്പതി ലന്തു സംശയം കാന്ത തെളിവിയലും മോഹമെന്തു കിന്തു തേ കാന്ത വിളറി മറുവിടുന്നു. മതിയല്ലോ ശ്രീധർ. മനു ഇളതളിർ മനസ്സിൽ വന്നപ്പോഴേ അത് പാടി. ഓക്കെ, സന്തോഷായല്ലോ. ഹരിദാസ് നമസ്തേ. ശ്രീധർ നമസ്തേ. പാട്ട് കേട്ടല്ലോ ശ്രീധരെ. മോഹിനിയാട്ടത്തിന്റെ പദമാണ് ഞാൻ പാടിയത് കേട്ടോ. സ്വാതി തിരുനാൾ കൃതിയായിരുന്നു അത്. അപ്പൊ ശരി, വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇനിയും ലൈവിൽ വരാം, ഇതേപോലെ പാട്ടുകളൊക്കെ പാടാം. ഇനിയെന്താ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാമല്ലോ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അത് തിരക്കൊന്നും അങ്ങനെ ഇപ്പോൾ ലൈവിൽ നമുക്ക് 1 മണിക്കൂറൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പോൾ ക്ലാസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അങ്ങനെയുള്ള ദിവസമൊക്കെ ലൈവിലൊക്കെ പോവാം, അതൊന്നൊരു വിഷയമല്ല കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹായ്, ഗുഡ് നൈറ്റ്, സീ യു.